മീശയും എലുമ്പനും രാവിലെ വീട്ടിലിരിക്കുമ്പോൾ. ഓ ആശാനെ, ഭയങ്കര തലവേദന, ഡോക്ടറെ കണ്ടാലോ? തലവേദനയ്ക്ക് ഡോക്ടറെ ഒന്നും കാണണ്ടടാ, വിക്സ് പുരട്ടിയാൽ മതി. ആ ആശാൻ അങ്ങനെ പറയൂ, എനിക്ക് വേണ്ടി നയാ പൈസ മുടക്കില്ല. ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അയ്യോ, അമ്മാവനോ? എന്താ ഈ വഴിക്ക്? കുറെ യാത്ര ചെയ്തു വരികയാ, ഒന്ന് വിശ്രമിക്കണം. വിശ്രമിക്കാൻ ഇതെന്താ ഹോട്ടലോ? ആവൂ, ഞാനൊന്ന് കിടക്കട്ടെ. ആശാനെ, ഒന്നിങ്ങ് വന്നേ. എന്താടാ ആശാനെ, ഇതാരാ? ഇതെന്റെ വകയിലെ ഒരു അമ്മാവനാ. ഈ വകയിലുള്ളവർക്കും വഴിപ്പോക്കർക്കും കിടക്കാനുള്ള സ്ഥലമാണോ അത്? ഒന്ന് മിണ്ടാതിരിയടാ. എടാ, ഈ അമ്മാവന് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, ഭാര്യയും മക്കളും ഒന്നുമില്ല. അതിന്? എടാ മണ്ട, ഇയാളെ മണിയടിച്ചാൽ സ്വത്ത് മുഴുവൻ നമുക്ക് സ്വന്തമാക്കാം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മീശ അമ്മാവനെ വിളിച്ചു. അമ്മാവാ, അമ്മാവാ, ഒന്ന് എണീക്ക് അമ്മാവാ. അനക്കമില്ലല്ലോ. ആശാനെ, സ്വത്ത് നമുക്ക് കിട്ടിയെന്നാ തോന്നുന്നേ. അയ്യോ, സംഗതി ഗുരുതരമാണല്ലോ. വേഗം ആശുപത്രിയിൽ എത്തിക്കണം. ബ്ലഡ്, യൂറിൻ, എക്സ്റേ, സ്കാനിങ് എല്ലാം ചെയ്യണം. 5000 രൂപ അടിച്ചിട്ട് വാ. ആശാനെ, കാശ് എവിടുന്നാ? എവിടുന്നേലും കടം വാങ്ങിക്കാം, പിന്നീട് അമ്മാവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാം. 2 ദിവസം കഴിഞ്ഞ്. അമ്മാവാ, കാശ് വല്ലതും കയ്യിലുണ്ടോ? പരിശോധനയ്ക്കും മരുന്നിനുമായി 10000 രൂപ ചെലവായി, മുറിവാടക വേറെ. പെട്ടി ഒന്ന് തുറന്നു നോക്ക്. എൻ്റെ സ്വത്തെല്ലാം കടം കയറി ജപ്തി ചെയ്തു. താമസിക്കാൻ ഒരു സ്ഥലവുമില്ല. ഇനിയുള്ള കാലം നിങ്ങളോടൊപ്പം താമസിക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹപൂർവ്വം അമ്മാവൻ. ഒപ്പ്. എലുമ്പ, നീ പോവുകയാണോ? സ്വത്തില്ലെങ്കിൽ എന്താ, ജപ്തി നോട്ടീസ് കിട്ടിയല്ലോ, ആശാൻ തന്നെ എടുത്തോ.